ഹൗ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് വർക്ക്സ്. സംസ്ഥാന തലത്തിൽ ഗവൺമെൻറ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. 3 തലത്തിലാണ് ഗവൺമെൻറ്റുകൾ അവയുടെ പ്രവർത്തനം നടത്തുന്നത്. 1 നാഷണൽ ദേശീയ തലത്തിൽ അഥവാ കേന്ദ്ര തലത്തിൽ, 2 സ്റ്റേറ്റ് സംസ്ഥാന തലത്തിൽ, 3 ലോക്കൽ പ്രാദേശിക തലത്തിൽ. സംസ്ഥാന തലത്തിൽ ഗവൺമെൻറ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം. സംസ്ഥാന തലത്തിൽ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതാണ് MLA അഥവാ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. MLA മാർ ചേർന്ന് രൂപീകരിക്കുന്നതാണ് സംസ്ഥാന ഗവൺമെൻറ് അഥവാ സർക്കാർ. ഓരോ MLA-യും ഒരു പ്രദേശത്തു നിന്നാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ പ്രദേശത്തെ അയാളുടെ കോൺസ്റ്റിറ്റ്യുവൻസി അഥവാ നിയോജക മണ്ഡലം എന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ MLA-മാർ സംസ്ഥാനത്തെ പകുതിയിലധികം സീറ്റുകളിലും വിജയിക്കുകയാണെങ്കിൽ ആ പാർട്ടിയായിരിക്കും സംസ്ഥാനം ഭരിക്കുക. അതാണ് ഭരണകക്ഷി. ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ വിജയിച്ച അംഗങ്ങൾ പ്രതിപക്ഷ സ്ഥാനത്തായിരിക്കും ഇരിക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ തലവൻ ഗവർണറാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ തലവൻ മുഖ്യമന്ത്രി അഥവാ ചീഫ് മിനിസ്റ്റർ ആണ്. സംസ്ഥാന സർക്കാരിൽ നിരവധി മന്ത്രിമാരുണ്ട്. ഇവരുടെ തലവനാണ് ചീഫ് മിനിസ്റ്റർ അഥവാ മുഖ്യമന്ത്രി. ഭരണകക്ഷിയുടെ തലവനും സർക്കാർ രൂപീകരിക്കുന്നതുമായ ആളാണ് ചീഫ് മിനിസ്റ്റർ. എല്ലാ MLA-മാരും ഒരുമിച്ചിരിക്കുന്ന സ്ഥലമാണ് നിയമസഭ അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലി. നിയമസഭയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുകയും പ്രധാന ബില്ലുകൾ പാസാക്കുകയും ചെയ്യുന്നു. നിയമസഭയുടെ ഭാഗം തന്നെയാണ് പത്രസമ്മേളനവും. സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് പത്രസമ്മേളനത്തിലൂടെയാണ്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പലതരം വകുപ്പിലൂടെയാണ്. പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, PWD, കൃഷി വകുപ്പ്, ആരോഗ്യ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയവയാണവ. ശുചീകരണ ആരോഗ്യ മേഖലകളിൽ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. സംസ്ഥാന നിയമസഭയാണ് സംസ്ഥാനത്തിന് വേണ്ട നിയമങ്ങൾ പാസാക്കുന്നത്. രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാസാക്കുന്നത് പാർലമെൻറ്റും ആണ്.